മലയാളിയായ സിനിമാ താരം അനുപമ പരമേശ്വരൻ തന്റെ മുൻ കാമുകനിൽ നേരിട്ട നാർസിസിസ്റ്റിക് അബ്യൂസിനെക്കുറിച്ചും അതിനെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു. തുടർച്ചയായ കരച്ചിലിനെ തുടർന്ന് കണ്ണീർ ഗ്രന്ഥി വീർക്കുകയും തനിക്ക് കണ്ണിന് സർജറി ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നും അനുപമ പറഞ്ഞിരുന്നു. ഈ ദുരനുഭവം തന്റെ ശരീരത്തെയും മാനസിക അവസ്ഥയെയും ബാധിച്ചതായി അനുപമ പറയുന്നു. പാനിക് അറ്റാക്ക്, ആങ്സൈറ്റി അറ്റാക്കുകൾ, ബ്ലാക്ക് ഔട്ടുകൾ, പെട്ടെന്നുള്ള ശരീരഭാരം കുറയൽ, കൈകാലുകളുടെ വിറയൽ തുടങ്ങിയ നിരവധി ശാരീരിക ബുദ്ധിമുട്ടുകൾ താൻ അനുഭവിച്ചിട്ടുണ്ട്. എല്ലാ രാത്രികളിലും മണിക്കൂറുകളോളം കരയുമായിരുന്നുവെന്നും അതിന്റെ ഫലമായി തന്റെ വലത്തെ കണ്ണ് തുടർച്ചയായി തുടിക്കുന്നത് കാരണം ഷൂട്ട് പോലും മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ടെന്നും നടി പറഞ്ഞു. ഇതിന്റെ എല്ലാം തുടർച്ചയാണ് തന്റെ കണ്ണീർ ഗ്രന്ഥി വീർത്ത് കണ്ണിന് താഴേക്ക് ഇറങ്ങി വരികയും ഒടുവിൽ ഐ സർജറി ചെയ്യേണ്ടി വരികയും ചെയ്തത്. പർദ എന്നതിന്റെ സിനിമയുടെ പ്രൊമോഷൻ വീഡിയോകളിൽ തന്റെ കണ്ണ് വീർത്തിരിക്കുന്നത് കാണാമെന്നും അനുഭവം പറയുന്നു. ഇത്ര അധികം വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ പങ്കാളിയെന്നും ചെറിയൊരു പരിഗണന പോലും തനിക്ക് ലഭിച്ചില്ലെന്നും പകരം വലിയ തകർച്ചകളാണ് ആ ബന്ധത്തിൽ നേരിടേണ്ടി വന്നതെന്നും അവർ പറയുന്നുണ്ട്. തന്റെ പങ്കാളിയുടെ സ്വഭാവം ഒരുപാട് അസ്ഥിരമായിരുന്നു എന്നാണ് അനുപമ പറയുന്നത്. ചില ദിവസങ്ങളിൽ അതിരറ്റ സ്നേഹവും കരുതലും പ്രകടിപ്പിച്ചിരുന്ന ആ വ്യക്തി അടുത്ത ദിവസങ്ങളിൽ തികച്ചും ക്രൂരമായ പെരുമാറ്റത്തിലേക്ക് മാറുമായിരുന്നു. ഈ വ്യത്യസ്തമായ പെരുമാറ്റം ക്രമേണ തന്റെ ആത്മവിശ്വാസത്തെ തകർത്തതായും അനുപമ പറഞ്ഞു. എന്നാൽ ഈ ബന്ധത്തിൽ താൻ അനുഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ തിരിച്ചറിവ് ലഭിക്കാൻ കാരണമായത് നടി മഡോണ സെബാസ്റ്റ്യൻ പങ്കുവച്ച നാർസിസിസ്റ്റിക് അബ്യൂസിനെ കുറിച്ചുള്ള ഇൻസ്റ്റഗ്രാം വീഡിയോ കണ്ടതോടെയാണെന്നും അനുപമ പറഞ്ഞു. മുൻ കാമുകൻ ആരെന്ന് വെളിപ്പെടുത്തിയില്ലെങ്കിലും നടൻ ധ്രുവ് വിക്രത്തെക്കുറിച്ചാണ് അനുപമയുടെ പരാമർശം എന്ന രീതിയിലാണ് ചർച്ചകൾ നടന്നത്. ഈ വിവാദങ്ങൾക്കിടെ ധ്രുവ് പങ്കുവച്ച സ്റ്റോറിയും ശ്രദ്ധ നേടിയിരുന്നു. കടൽ തീരത്ത് കളിക്കുന്ന കുട്ടികളുടെ വീഡിയോ ആണ് ധ്രുവ് വിക്രം പങ്കുവച്ചത്. തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ അത് വകവെക്കാതെ മുന്നോട്ട് പോകുന്ന കുട്ടിയെ ആണ് ആ വീഡിയോയിൽ കാണുന്നത്. വിവാദങ്ങൾ കാര്യമാക്കാതെ മുന്നോട്ട് പോവുക എന്ന നിലപാടാണ് ധ്രുവ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ അതിനെക്കുറിച്ച് വിലയിരുത്തുന്നത്. അനുപമയുടെ ഈ അഭിമുഖം പുറത്തു വന്നതോടെ എല്ലാവരും തിരക്കിയത് എന്താണ് നാർസിസ്റ്റിക് അബ്യൂസ് എന്നതാണ്. ഒരാൾ തന്റെ അധികാരബോധം, നിയന്ത്രണ സ്വഭാവം തുടങ്ങിയവ ഉപയോഗിച്ച് മറ്റൊരാളെ മാനസികമായോ വൈകാരികമായോ നിയന്ത്രിക്കുകയും അതോടൊപ്പം തകർക്കുകയും ചെയ്യുന്ന വൈകാരികവും മാനസികവുമായ പീഡനമാണ് നാർസിസ്റ്റിക് അബ്യൂസ്. അമിതമായ കുറ്റപ്പെടുത്തലൊക്കെ ഇതിൽ പെടുന്നതാണ്. തന്റെ പ്രശ്നങ്ങൾ പലപ്പോഴും കൂട്ടാളിയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കും. തന്റെ പ്രശ്നങ്ങൾക്ക് പങ്കാളിയെ ഉത്തരവാദിയാക്കും. അപമാനിക്കുക, പരിഹസിക്കുക, താഴ്ത്തിക്കെട്ടുക, ആത്മവിശ്വാസം തകർക്കുക, ആരുമായി സംസാരിക്കണം, എവിടെ പോകണം തുടങ്ങിയ കാര്യങ്ങളിൽ അമിത നിയന്ത്രണം ചെലുത്തുക എന്നിവയാണ് ഇതിലെ പ്രധാന കാര്യങ്ങൾ. തുടക്കത്തിൽ അമിതമായ സ്നേഹവും ശ്രദ്ധയും നൽകി വിശ്വാസം നേടിയെടുക്കും. അതിനുശേഷം പതിയെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കും. വ്യക്തിപരമായ തീരുമാനങ്ങൾ അംഗീകരിക്കാതിരിക്കുക, ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അകറ്റുക, പിന്തുണ നൽകുന്ന ആളുകളിൽ നിന്നും ഒറ്റപ്പെടുത്തുക എന്നിവയും ഇതിൽ പെടുന്നുണ്ട്. കുറെ നാൾ ഇങ്ങനെയുള്ള പെരുമാറ്റം നേരിടുമ്പോൾ ആ വ്യക്തിയുടെ ആത്മവിശ്വാസം കുറയും. ആശയക്കുഴപ്പം, മാനസിക സമ്മർദ്ദം, ഭയം, തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയും ഉണ്ടാകും. എന്നാൽ ഒരു ബന്ധത്തിൽ ഇടയ്ക്കിടെ വഴക്കുണ്ടാകുന്നത് നാർസിസ്റ്റിക് അബ്യൂസ് ആണെന്ന് പറയാനാവില്ല. ആവർത്തിച്ചുള്ള നിയന്ത്രണം, അപമാനിക്കൽ, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറൽ എന്നിവയാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഉണ്ടായാൽ ഇത്തരം ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അകലം പാലിക്കുകയോ ആവശ്യമെങ്കിൽ ഒരു കൗൺസിലറുടെയോ സൈക്കോളജിസ്റ്റിന്റെയോ സഹായം തേടുകയോ ആണ് ചെയ്യേണ്ടത്. പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പങ്കാളികൾ ചെയ്യുന്ന പല പ്രവൃത്തികളും വാസ്തവത്തിൽ ഒരു റെസ്ട്രിക്ഷൻ എന്ന വിലക്ക് തന്നെയാണെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും ഏറെ വൈകിപ്പോയിരിക്കും.